കേരളത്തിന്റെ GST വിഹിതം സംബന്ധിച്ച വിവാദം തുടരുന്നു. ധനമന്ത്രി KN ബാലഗോപാലിന്റെ വിമർശനം തള്ളിയ NK പ്രേമചന്ദ്രൻ ലോക്സഭയിലെ ചോദ്യത്തിന്റെ പേരിൽ മന്ത്രി തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് വിമർശിച്ചു. ധനമന്ത്രി ഇന്നലെ വരെ പറഞ്ഞത് അർഹമായ വിഹിതം കേന്ദ്രത്തിന് നിന്നും കിട്ടുന്നില്ല എന്നായിരുന്നു. കേന്ദ്ര ധനകാര്യ മന്ത്രിയുടെ മറുപടി വന്നതിന് ശേഷം ഇത് മാറിയെന്നും പ്രേമചന്ദ്രൻ വിമർശിച്ചു. IGSTയിൽ കേരളത്തിന് എത്ര രൂപ നഷ്ടമുണ്ടെന്നും അതിന്റെ കാരണം എന്ത് തുടങ്ങിയ ചോദ്യങ്ങളും പ്രേമചന്ദ്രൻ ഉന്നയിച്ചു. ഫലപ്രദവും കാര്യക്ഷമവുമായിട്ടുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെന്റിന്റെയും ധനകാര്യ വകുപ്പിന്റെയും ഭാഗത്തുനിന്ന് സ്റ്റേറ്റിന് അർഹതപ്പെട്ട IGST വിഹിതം വാങ്ങിയെടുക്കുന്നതിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോൾ BJPക്ക് അടിക്കാൻ വടി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മുതലക്കണ്ണീർ ഒഴുക്കിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലയും ഉത്തരവാദിത്വവും കൃത്യതയോടുകൂടി ചെയ്യണം. 750 കോടി രൂപയാണ് 1 ലിറ്റർ പെട്രോളിനും 1 ലിറ്റർ ഡീസലിനും 2 രൂപ ക്രമത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രതിവർഷം 750 കോടി രൂപയുടെ അധിക വിഭവ സമാഹരണം. സെസ് ഇന്നലെ വരെ കേന്ദ്ര ഗവൺമെന്റിന്റെ സെസ്സിനെ എതിർത്തിരുന്നവർ, അതിനെതിരെ ബന്ദും ഹർത്താലും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് പ്രതിഷേധിച്ച് സമരം നടത്തിയവർ അതേ സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് 750 കോടി രൂപയുടെ അധിക നികുതി വിഭവ സമാഹരണം നടത്തുമ്പോൾ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട 5000 കോടിയോളം രൂപ IGST ഇനത്തിൽ പ്രതിവർഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി പരോക്ഷമായി ഗിഫ്റ്റ്, അതായത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുസ്ഥാപനവും ഇതിനെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ അതിൽ പ്രതികരിക്കേണ്ട, അതിൽ മറുപടി പറയേണ്ട, വ്യക്തതയും സ്പഷ്ടീകരണവും വരുത്തേണ്ട ബഹുമാനപ്പെട്ട ധനമന്ത്രി GST കോമ്പൻസേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് MP ചോദിച്ചില്ല. അതുപോലെ തന്നെ ഇങ്ങനെയായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത് എന്ന നിലയിൽ ചോദ്യകർത്താവിനെ കുറ്റം പറയുകയല്ല, മന്ത്രി കേന്ദ്ര ധനകാര്യ മന്ത്രി പറഞ്ഞതിന് മറുപടി പറയുക. AG അപ്രൂവ്ഡ് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനില്ലേ? സംസ്ഥാന സർക്കാർ അത്തരം കാര്യങ്ങളിൽ എന്ത് നടപടി സ്വീകരിച്ചു? അതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. കേരളത്തിന്റെ GST വിഹിതം സംബന്ധിച്ച ഏറ്റുമുട്ടൽ തുടരുകയാണ്. അതൊരു രാഷ്ട്രീയ വിവാദമായി തന്നെ മാറുന്നു. NK പ്രേമചന്ദ്രൻ ഇന്നലെ കേരള ധനമന്ത്രി നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഷാനോസ് ഡേവിഡ് അതിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഷാനോസ്, BJPക്ക് അടിക്കാൻ വടി കൊടുത്തു NK പ്രേമചന്ദ്രൻ എന്ന വിമർശനമാണ് ധനമന്ത്രി ഉയർത്തിയത്. അതുതന്നെ CPM അണികൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നുകൊണ്ടാണ് പ്രേമചന്ദ്രൻ അതിനോട് പ്രതികരിച്ചത്. എങ്ങനെയാണ് തന്റെ ചോദ്യത്തെ, തന്റെ നിലപാടുകളെ പ്രേമചന്ദ്രൻ ന്യായീകരിക്കുന്നത്? രേണുക, ഈ വിവാദം തുടങ്ങുന്നത് യൂണിയൻ ബജറ്റും സ്റ്റേറ്റ് ബജറ്റും വന്നതിന് പിന്നാലെ NK പ്രേമചന്ദ്രൻ MP ലോക്സഭയിൽ ഉന്നയിച്ച ചില ചോദ്യങ്ങളെ ചൊല്ലിയാണ് ഈ വിവാദം തുടങ്ങുന്നത്. കേരളത്തിന് GST കുടിശ്ശികത്തിൽ വലിയ തുക കിട്ടാനുണ്ടെന്നും അതുകൊണ്ടാണ് കേരളത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സെസ് ഏർപ്പെടുത്തുന്നതായിരുന്നു NK പ്രേമചന്ദ്രൻ MP കേന്ദ്ര ധനകാര്യ മന്ത്രിയോടുള്ള ചോദ്യമായി ഉന്നയിക്കുന്നത്. അതിന് ധനകാര്യ മന്ത്രി നൽകിയ മറുപടികൾ വലിയ തോതിൽ വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് NK പ്രേമചന്ദ്രൻ MPക്ക് മറുപടിയുമായി KN ബാലഗോപാൽ രംഗത്തെത്തുന്നത്. എന്നാൽ KN ബാലഗോപാൽ ഉന്നയിച്ച പല വിഷയങ്ങളും പല പ്രതികരണങ്ങളും വസ്തുതാപരമല്ലെന്നും അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നുമാണ് ആദ്യമായി തന്നെ NK പ്രേമചന്ദ്രൻ MP ഉന്നയിക്കുന്നത്. ധനകാര്യമന്ത്രി ഇന്നലെ പറഞ്ഞതുവരെ അർഹമായ വിഹിതം കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ NK പ്രേമചന്ദ്രൻ MPയുടെ ചോദ്യവും അതിന് കേന്ദ്ര ധനകാര്യമന്ത്രി നൽകിയ മറുപടിക്ക് ശേഷം എന്നാൽ അത്തരം ഒരു നിലപാടിൽ നിന്ന് മാറി വേറെ തരത്തിലൊരു മറുപടിയാണ് കേരളത്തിന്റെ ധനമന്ത്രി പറയുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും NK പ്രേമചന്ദ്രൻ MP ചൂണ്ടിക്കാണിക്കുന്നത്. 2022 ഡിസംബർ 5 എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് KN ബാലഗോപാൽ വ്യക്തമാക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്തിന് അർഹമായ ചരക്ക് സേവന നികുതി കിട്ടുന്നില്ല എന്നാണ് താൻ ലോക്സഭയിൽ പറഞ്ഞത്, താൻ കേന്ദ്ര ധനമന്ത്രിയോട് പറഞ്ഞത് എന്നാണ് NK പ്രേമചന്ദ്രൻ MP പറയുന്നത്. ഈ കാര്യത്തിൽ കൂടി അതായത് അർഹമായ ചരക്ക് സേവന നികുതി കിട്ടുന്നില്ല എന്ന തന്റെ വാദത്തിന് ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി പറയണം എന്ന് NK പ്രേമചന്ദ്രൻ ആവശ്യപ്പെടുന്നതുപോലെ തെറ്റുകൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിന്റെ ധനമന്ത്രിയായ KN ബാലഗോപാൽ എന്ന ആരോപണം കൂടി NK പ്രേമചന്ദ്രൻ MP മുമ്പോട്ട് വെക്കുന്നുണ്ട്. 20% GST വളർച്ച കൈവരിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് GST കോമ്പൻസേഷൻ ചോദിക്കാൻ കഴിയുക എന്നൊരു പ്രസക്തമായ ചോദ്യം കൂടി NK പ്രേമചന്ദ്രൻ MP മുമ്പോട്ട് വെക്കുന്നത്. അതായത് ഈ ചോദ്യങ്ങളൊക്കെയും ഇന്നലെ
കേരളത്തിന്റെ ധനമന്ത്രി KN ബാലഗോപാൽ നടത്തിയ പ്രതികരണങ്ങളുടെ ഭാഗമായിട്ടാണ്. എന്തൊക്കെ തരത്തിലുള്ള തെറ്റുകളാണ് KN ബാലഗോപാൽ തന്റെ പ്രസ്താവനയിൽ വരുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ MP മാധ്യമങ്ങൾ കണ്ടിട്ടുള്ളത്. ശരി, ഷാനോസ് ഡേവിഡ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും GST വിഹിതം സംബന്ധിച്ച വിവാദങ്ങൾ അവസാനിക്കില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. കൂടുതൽ ചോദ്യങ്ങൾ ധനമന്ത്രിക്ക് മുൻപിലേക്ക് വെക്കുകയാണ് NK പ്രേമചന്ദ്രൻ MP. സ്വാഭാവികമായും KN ബാലഗോപാൽ അതിന് മറുപടി നൽകുമെന്ന് കരുതാം. എന്തായാലും വിവാദം ഉടൻ അവസാനിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഷാനോസ് ഡേവിഡ് ആണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അദാനി ബന്ധവും സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണം, മറ്റ് പ്രതിപക്ഷ ആരോപണങ്ങൾ, ഈ വിഷയങ്ങളിലെല്ലാം അമിത്ഷാ മറുപടി പറഞ്ഞിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താം.